ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാബേജ് ഇത് നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് 2 ക്യാരറ്റ് ഉണ്ട്, അത് നല്ല പൊടിയായിട്ട് അരിയണം. ഇത് ക്യാപ്സിക്കമാണ്, ഇത് 2 ക്യാപ്സിക്കം ഞാൻ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയത് ഞാൻ ഒരു 2 വലിയ പൊട്ടറ്റോ പുഴുങ്ങി നല്ലതുപോലെ പൊടിച്ച് വെച്ചിരിക്കുക. നമ്മളിത് ഉരുട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് വെക്കുന്നത്. പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു 4 സ്പൂൺ മൈദ മാവ് പൊടി വേണം, 2 സ്പൂൺ കോൺഫ്ലവർ വേണം. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. 2 സ്പൂൺ സോയാ സോസ്, പിന്നെ മല്ലിയില നമുക്ക് അതിനിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഈ മഞ്ചൂരിയന് വേണ്ടി സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ക്യാബേജ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിനെക്കൂട്ട് കുറച്ചൊന്ന് ബാക്കി വെക്കണം. നമ്മൾ ഈ മഞ്ചൂരിയൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞേക്കൂട്ട് ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞേക്കൂട്ട് കുറച്ചൊന്ന് ബാക്കി വെക്കണം നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ക്യാപ്സിക്കം ചേർക്കാൻ നമുക്ക് അതും കുറച്ച് ബാക്കി ഞാൻ വെക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ പുഴുങ്ങി പൊടിച്ച പൊട്ടറ്റോ ചേർക്കാം. നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആവശ്യമനുസരിച്ച് ആദ്യം ഒന്ന് മിക്സ് ആയില്ലെങ്കിൽ ബാക്കി ചേർത്താൽ മതി. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇത് ചേർക്കാം. രണ്ട് വലിയ സ്പൂൺ മൈദ പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മല്ലിയിലയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടാം. നമ്മുടെ മഞ്ചൂരിയന് നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നല്ലതുപോലെ കുഴച്ച് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിത് ഇപ്പം നല്ലതുപോലെ മഞ്ചൂരിയൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഞാൻ ഒഴിച്ച് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്തിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെജിറ്റബിളെല്ലാം നമ്മുടെ അങ്ങ് ഫ്രൈ ആയി കിട്ടും. ഇതെല്ലാം നല്ലപോലെ വറുത്തെടുക്കാം. നമുക്ക് ഈ മഞ്ചൂരിയൻ 2 സൈഡും ഒന്ന് തിരിച്ചിട്ടെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിക്കാറാകും. കുറച്ച് സൂക്ഷിച്ച് നമ്മൾ എടുക്കണമെന്ന് പൊട്ടിപ്പോവാതെ. ഇപ്പം നമ്മുടെ മഞ്ചൂരിയന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുക്കാം. ഈ പാനിനകത്തുനിന്ന് നമ്മൾ മഞ്ചൂരിയന് വറുത്ത എണ്ണ തന്നെയാണ്. ഇപ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കി മാറ്റിയിരിക്കുവാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം. ഇത് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേനും നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാബേജ് നമ്മൾ മാറ്റി വെച്ചായിരുന്നു, അത് ചേർക്കാം. ഈ പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഉണ്ട്, ഇത് ചേർക്കാം. കുറച്ച് ക്യാപ്സിക്കം നമ്മൾ മാറ്റി വെച്ചായിരുന്നു, അതും ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴലണം. നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 സ്പൂൺ മൈദയുടെ പൊടിയെടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഗ്രേവി ഒന്ന് നീട്ടിയിട്ടെടുക്കണം. നേരെ പൊടി ചേർക്കണ്ട. നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഇതിനകത്ത് ചേർക്കാം. ഈ മൈദാപ്പൊടി നമുക്ക് കലക്കിയത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസും ഇതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ചൂരിയൻ ഇടാം. നമ്മുടെ മഞ്ചൂരിയൻ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ എല്ലാം ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഒരു ശകലം മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കാം. ടേസ്റ്റി മഞ്ചൂരിയൻ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.